ഈ ഗൈസ് ഇന്നലത്തെ പ്രൊമോയിൽ വന്നിട്ട് ജിൻഡോയും ജാസ്മിനായിട്ടുള്ള ഒരു ഫൈറ്റാണ് കാണിക്കുന്നത്. അതിൽ ജിൻഡോ പറഞ്ഞൊരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ മുഖത്തടിച്ചതിന് തുല്യമാണ്. നീ കാരണമാണ് ഗബ്രി പോയത് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലോട്ട് ജാസ്മിൻ മിണ്ടാതാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഗബ്രി ജാസ്മിൻ റിലേഷൻ എന്ത് പോലൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. പുറത്തിറങ്ങിയപ്പോഴും ഗബ്രി എന്തൊക്കെയോ പറയുന്നു. ജാസ്മിൻ അവിടെ അകത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ആൾ ഭയങ്കര സ്മാർട്ടാണ്, നന്നായിട്ട് സംസാരിക്കണമെന്നൊക്കെ. ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി പോസ് ആവുന്നുണ്ട്, ചത്ത പോലെ ഇരിക്കുന്നുണ്ട്. രതീഷ് പുറത്തോട്ട് പോകാൻ നേരത്തൊന്നും ആൾ വരികയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ലാലേട്ടൻ എന്താണെന്ന് ചോദിച്ചില്ല, ഭാഗ്യം. അത് എണീറ്റ് നിർത്തി എന്താണെന്ന് ചോദിച്ചൊരു പാമ്പറിങ് കൊടുക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു, അതുണ്ടായില്ല. അപ്പം ഗബ്രി ജാസ്മിനോട് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നീ കാരണമാണ് പോയത്, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആ പയ്യൻ മര്യാദയ്ക്ക് കളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വയന്ന് വന്ന ഒരു വാക്കാണ് അവൻ പോയാലും നിന്നാലും എൻ്റെ മിടുക്കെന്ന്. യെസ്, ഓഫ് കോഴ്സ്, പോയാലും നിന്നാലും എൻ്റെ മിടുക്ക്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിലെല്ലാം ഉണ്ട്, ചോറുണ്ടെന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം ജിൻഡോ കാണിച്ച ആ ഒരു സംഭവം എനിക്കത് മനസ്സിലായി. ജിൻഡോയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ചില കാര്യങ്ങൾ ഇപ്പം നോറോട് ഇന്നലെ സിഗരറ്റിൻ്റെ കാര്യം വലിക്കാൻ പോയ കാര്യം പറഞ്ഞാൽ ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണെന്നല്ലോ ഡിസ്ക്ലോസ് ചെയ്തു. അതേപോലെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, എന്തോ അത് കുറുക്കി കൊണ്ടു. അപ്പോൾ പോയാലും നിന്നാലും ജാസ്മിൻ്റെ മിടുക്ക്. അപ്പോൾ ഇനിയാണ് ജാസ്മിൻ്റെ മിടുക്ക് എന്താണെന്നുള്ളത് ഇത്തിരി കൂടിയും കാണാൻ പോകുന്നത്. ഡ്രാമയാണോ റിയൽ ലവ് ആണോ അല്ലെങ്കിൽ എന്ത് തേങ്ങയാണെന്നുള്ളത് പോകെ പോകെ നമുക്കറിയാൻ പറ്റും.